ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഒരു NPTEL കോഴ്സിനെ എങ്ങനെ എൻറോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഒരു വെബ്സൈറ്റിലൂടെ എങ്ങനെ ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 മെത്തേഡിൽ ചെയ്യാം, വെബ്സൈറ്റിലും മൊബൈൽ ആപ്പിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെബ്സൈറ്റിൽ ചെയ്യേണ്ട നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. കാണാത്ത ആൾക്കാർ എന്ത് ചെയ്യാം, അതാണ് ഫെസിബിൾ വെച്ചെങ്കിൽ അത് കണ്ടിട്ട് അതുപോലെ ചെയ്യാം. ഇവിടെ നമ്മൾ പറയുന്ന മൊബൈൽ ആപ്പിലൂടെ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ ലോക്കൽ ചാപ്റ്റർ എന്താണെന്നില്ല നോക്കാം. നോബിൾ വുമൻസ് കോളേജ് മഞ്ചേരി. ഇത് നമുക്ക് എന്ത് ചെയ്യണം, ലോക്കൽ ചാപ്റ്റർ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. 2 മൊബൈൽ ആപ്പ് വഴി. മൊബൈൽ ആപ്പിൽ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ആദ്യം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറിയതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മളവിടെ സെർച്ച് ചെയ്യുക സ്വയം NPTEL ഓൺലൈൻ കോഴ്സസ് നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മളൊരു ഐക്കൺ കാണിച്ചിട്ടുണ്ടോ, ഈ സ്വയം എന്ന് പറഞ്ഞ ഈ ഐക്കൺ പോലെ എന്തുണ്ടാവും ഇവിടെ കാണുന്നുണ്ടായിരിക്കും. അതിവിടെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ആയതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ എന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ ശേഷം നേരെ ആപ്പ് ഓപ്പൺ ആക്കി വന്നു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ഇമേജ് പോലെ ആയിരിക്കും വരിക. അതിലെന്ത് ചെയ്യുക, ഈ ചെക്ക് ബോക്സ് ഇട്ടിട്ട് സ്കിപ്പ് കൊടുക്കുക. അപ്പോൾ നമ്മളവിടെ മെയിൽ ID കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചോദിക്കും. അതേപോലെ തന്നെ അപ്പോൾ മെയിൽ ID നമ്മൾ സെലക്ട് ചെയ്തിട്ട് നേരെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡാഷ്ബോർഡ് ഇങ്ങനെ ആയിരിക്കും, 3ാമത്തെ ഇമേജ് പോലെ ആയിരിക്കും വരിക. ഇപ്പോൾ നമ്മൾ നിലവിൽ ഒരു കോഴ്സും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കംപ്ലീറ്റഡ് പറഞ്ഞാൽ അതിൻ്റെ ഞാൻ പ്രീവിയസ് സെമ്മിൽ ചെയ്ത കോഴ്സസിൻ്റെ ഡീറ്റെയിൽസാണ് കാണിക്കുന്നത്. ഇവിടെ ഉണ്ടായിരിക്കും കോഴ്സ് കാറ്റലോഗ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റലോഗ് ഇങ്ങനെ കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ടും കുറച്ചും കൂടി ഗ്രാഫിക്കലി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ആപ്പിൽ വരുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ടാകും, കാറ്റഗറി കാണിക്കും. അവിടെ ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഹ്യൂമാനിറ്റീസ് ആൻഡ് ആർട്സ് എന്ന് പറഞ്ഞതിലാണ് വരുന്നത്. അപ്പോൾ നമുക്കൊക്കെ ഇംഗ്ലീഷ് സ്റ്റുഡൻസിന് ഒരുപാട് ജർമ്മൻ, ഫ്രഞ്ച് എന്നൊക്കെ പറഞ്ഞ ഭാഷകളുണ്ടായിരിക്കും. അങ്ങനത്തെ ഒക്കെ ഇതിൽ ചെയ്യാനുണ്ട് കേട്ടോ. അതേപോലെ തന്നെ കൊമേഴ്സ് സ്റ്റുഡൻസിനുണ്ട്, സൈക്കോളജി സ്റ്റുഡൻസിനുണ്ട്, അതേപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ പുതിയതായിട്ടുള്ള കോഴ്സുകളൊക്കെ വന്നതൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ കുറേ കോഴ്സസ് വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഹ്യൂമാനിറ്റീസ് ആൻഡ് ആർട്സ് എന്നുള്ളതിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സബായിട്ടുള്ള കുറേ സബ് കാറ്റഗറി വരും. അതിന്ന് ഞാൻ എന്ത് ചെയ്യാം, ഒന്ന് ഞാൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കോഴ്സ് ലിസ്റ്റ് 3rd ഇമേജ് പോലെ ഇങ്ങനെ കാണിക്കും. ഓക്കെ, എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇങ്ങനെ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും ഉണ്ടാവും. പിന്നെ ജോയിൻ ബട്ടൺ ഇവിടെ താഴെയാണ് ഉണ്ടാവും കേട്ടോ. നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കോഴ്സിൻ്റെ ഔട്ട്ലൈൻ ഉണ്ടായിരിക്കും, ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും, എത്ര ക്രെഡിറ്റ് ആണ്, ഏത് ലെവലാണ്, FTP ആണോ, അതേപോലെ തന്നെ ഓരോ വീക്കിൽ എന്തൊക്കെ ക്ലാസ് എടുക്കുക, അതിൻ്റെ ക്രൈറ്റീരിയ, നമ്മൾ വെബിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഈ ജോയിൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വന്ന് അതേപോലെ എങ്ങനെയായിരിക്കും വരിക. നമ്മൾ പേര് എൻ്റർ ചെയ്യണം, മൊബൈൽ നമ്പർ, മെയിൽ ID ഓട്ടോമാറ്റിക്കലി നമ്മൾ വരും. ഫസ്റ്റ് തന്നെ നിങ്ങളോട് ചോദിക്കും. അത് കഴിഞ്ഞ ശേഷം ഇത് ഫില്ല് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ അടിക്കുക. അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ ലോക്കൽ ചാപ്റ്റർ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ യെസ് കൊടുക്കുക, കേരളം സെലക്ട് ചെയ്യുക, സ്റ്റേറ്റ്. അത് കഴിഞ്ഞ ശേഷം നോബിൾ വുമൻസ് കോളേജ് മഞ്ചേരി ബ്രാക്കറ്റിൽ 61 67 സെലക്ട് ചെയ്യുക. നമ്മൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക. അപ്ഡേറ്റ് ആൻഡ് ജോയിൻ എന്നുള്ള ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കോഴ്സിന് എന്ത് ചെയ്തു, എൻറോൾ ചെയ്തു. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിവിടെ എന്ത് ചെയ്യുക, അപ്കമിങ് എന്നുള്ള കോഴ്സിൽ എന്ത് ചെയ്തു, 1 വന്നു. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് കോഴ്സിനാണോ ചെയ്തെങ്കിൽ ആ കോഴ്സിനെ കുറിച്ച് ഇവിടെ കാണിക്കും. എന്നിട്ട് ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ കാണിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിൻ്റെ ഓരോ ടൈം ലൈനിൽ എന്തൊക്കെയാണ്, ഓരോ സെമ്മിൽ എന്തൊക്കെ, ഓരോ വീക്കിൽ എന്തൊക്കെ ക്ലാസ് എന്നില്ല കാണിക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന് രജിസ്റ്റർ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, രജിസ്റ്റർ ഫോർ എക്സാം എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ വെബിൽ പറഞ്ഞ അതേപോലെ ആയിരിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ വരിക. ഓക്കെ, അപ്പം എക്സാമിൻ്റെ രജിസ്ട്രേഷൻ്റെ എൻറോൾമെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 28 ജൂലൈ ആണ്. ഫസ്റ്റ് സെറ്റിലായിരിക്കും കൂടുതൽ ചോയ്സ് ഉണ്ടായിരിക്കുക, സെക്കൻഡ് സെറ്റിൽ കുറവായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് സെറ്റിൻ്റെ 28 ജൂലൈ ആണ് വരുന്നത്. അപ്പം അത് എത്രയും പെട്ടെന്ന് ഓരോ കോഴ്സിന് രജിസ്റ്റർ ചെയ്യാം. ഒന്നോ അതിലധികമോ കോഴ്സുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ചെയ്യാം. ഇതാണ് അതിൻ്റെ ടൈം ലൈനും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു.